അമ്പലത്തിൽ പോകാൻ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അന്ന് ഞാൻ കൊച്ചുകുട്ടി, ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷക്കാരിയാണ്. പുരുഷാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം പുരുഷ കമ്മീഷൻ ഒരു വിലയില്ല. മുൻ നക്സൽ നേതാവ്, ഫെമിനിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി, അന്വേഷിയുടെ അമരക്കാരി ആരാണ് അജിത എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ നീളുകയാണ്. അസാധാരണമായ കുട്ടിക്കാലം, നക്സൽ ജീവിതം, ജയിലറകളിലെ ക്രൂരപീഡനങ്ങൾ, ഇങ്ങനെ അജിതയ്ക്ക് ഒരുപാടുണ്ട് പങ്കുവയ്ക്കാൻ. ഞാൻ ജീവിച്ചത് മുഴുവനും ഓരോ ഘട്ടത്തിലായിട്ട് ആദ്യം നക്സൽബാരി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിന് വേണ്ടി കുറേ ജയിൽവാസം കടന്നു ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 30 കൊല്ലത്തിലും മേലെ, 37 കൊല്ലത്തോളമായി ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എൻ്റെ ജീവിതം പകുതിയിലധികം, അല്ലെങ്കിൽ മുഴുവനെന്ന് പറയാം, 19 വയസ്സ് മുതൽ 75-ാമത്തെ വയസ്സാണ്. 5 കഴിഞ്ഞു, 76-ാമത്തെ വയസ്സാണ് റണ്ണിങ്. സമൂഹത്തിലെ ഓരോ ഇഷ്യൂസിൽ ഇടപെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. നക്സൽബാരി പ്രവർത്തനങ്ങളുടെ ഘട്ടം കഴിഞ്ഞ് അതും സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ആ പ്രസ്ഥാനം തന്നെ, നക്സൽബാരി പ്രസ്ഥാനം തന്നെ, അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ അത് ചരിത്രത്തിലെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്നും അക്കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു രൂപമായിരുന്നു എന്നും ഞാൻ പറയും. 1986 മുതൽ ഞാൻ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഫലമായിട്ട് ബോധന എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു വളരെ സജീവമായിട്ട്. അത് കഴിഞ്ഞ് അന്വേഷി, ഇപ്പോൾ അന്വേഷിയുടെ പ്രസിഡൻ്റാണ്. 31 വർഷമായി അന്വേഷി പ്രവർത്തിക്കുന്നു കോഴിക്കോട്. ഈ അന്വേഷിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോഴും ഞാൻ തുടരുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളുടെ പദവിയിൽ, സാമൂഹ്യ പദവിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള വളരെ നിർണായകമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി, സ്ത്രീക്കും പുരുഷനും തുല്യ പദവിക്ക് വേണ്ടി ഉള്ള പോരാട്ടം അത് ഞാൻ തുടരും. സമൂഹത്തിലെ വർഗീയതക്കെതിരായിട്ടും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടും ഒക്കെ ഞാൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷക്കാരിയാണ്. ഇപ്പോഴും ഞാൻ മാർക്സിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചെന്ന് വരില്ല, പക്ഷേ മാർക്സിസം ഇപ്പോഴും എൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയവും, ഇടതുപക്ഷ പാർട്ടികൾ, നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തെ മാറ്റിമറിക്കുന്ന, സമൂഹത്തിൽ നിലവിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ മാറ്റിമറിക്കുന്ന വിപ്ലവമാണ് ഇടതുപക്ഷങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ടാക്കുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ കൊച്ചുകുട്ടി, ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് സിനിമ കാണണം, എനിക്ക് ആഘോഷങ്ങൾക്ക് പോകണം, അമ്പലത്തിൽ പോകാൻ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അതുകൊണ്ട് പോയിട്ടില്ല. സ്വർണം വാങ്ങി ആഭരണങ്ങൾ ഇടണമെന്ന് വിചാരിച്ചിരുന്നു, അതും എൻ്റെ അച്ഛനമ്മമാർ സമ്മതിച്ചില്ല എന്നുള്ള ആദ്യഘട്ടത്തിൽ. പക്ഷെ പിന്നീട് പുതിയ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ, നക്സൽബാരി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ സ്വർണം ഉപേക്ഷിച്ചു. സ്വർണവും വേണ്ട, സിനിമയും വേണ്ട, ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അത് എനിക്ക് ഏറ്റവും ഭയങ്കര പീഡനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അന്നത്തെ ആ നിൽപ്പ്, എന്നെ വസ്ത്രാക്ഷേപം നടത്തി ഒരു സ്റ്റൂളിൽ കയറ്റി നിർത്തിയതാണ്. അല്ലാതെ ഞാൻ ആ വേഷത്തിലല്ല കാട്ടിൽ നടന്നിരുന്നത് എന്നുള്ളത് ഞാൻ എത്രയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മക്കുറിപ്പിലും അതുണ്ട്. അതുപോലെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ ശരിക്കും അപമാനിക്കാൻ വേണ്ടി വെറും ഒരു ബ്ലൗസ് മാത്രം ഇട്ടിട്ട്, പാൻറ് ഇട്ടിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ നിർത്തിയതാണ്. അത് വളരെ ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ജനങ്ങൾ, പോലീസുകാരും ചുറ്റും കൂടിയിട്ടുള്ള കുറേ വഷളന്മാരും എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ഒരുപാട് ജനങ്ങൾ എന്നെ ആരാധനയോട് കൂടി നോക്കുന്നുണ്ട്, ഭയത്തോടു കൂടി നോക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്.
അത് ഞാൻ അറിയുന്നുണ്ടെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. വളരെ പ്രശ്നമുള്ള ഒരവസ്ഥ തന്നെയാണ് ഇത്. ഇപ്പോൾ നേരത്തെ ഇത്തരം പീഡനങ്ങളൊക്കെ തന്നെ അധികം ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കുറച്ച് പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. കാരണം സ്ത്രീകൾ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സ്ത്രീകൾ ചെറുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ട്, നമ്മുടെ ഫാമിലി കോടതികളിൽ ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നു. അത് വളരെ നെഗറ്റീവായിട്ടാണ് സമൂഹം കാണുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ടാണ്. സ്ത്രീ അസേർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യക്കും കൊലപാതകത്തിനും സ്ത്രീ പീഡനപരമായി ജീവിക്കുന്നതിനും എതിരായിട്ട് നമുക്ക് ഡൈവോഴ്സ് അതിന് പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? സ്ത്രീയുടെ ജീവൻ നിലനിൽക്കുന്നില്ലേ? സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവർ ജീവിക്കാൻ പഠിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. അതൊക്കെ വെറും തമാശയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ പുരുഷാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം പുരുഷ കമ്മീഷൻ ഒരു വിലയില്ല. കാരണം ഇപ്പം പുരുഷന്മാരാണ് മുന്നിലുള്ളത്. അവർക്ക് കമ്മീഷൻ്റെ ആവശ്യമില്ല. കമ്മീഷൻ ആർക്കാണ് ആവശ്യം? അവശ്യ വിഭാഗങ്ങൾക്കാണ്. അവശ്യ വിഭാഗങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് ആധിപത്യമുള്ള വിഭാഗങ്ങൾക്ക് എന്തിനാ കമ്മീഷൻ? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ യുവതലമുറ വളർന്നു വരുന്നുണ്ട്. അവരെ അസേർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളെ എന്താണ് അടിച്ചമർത്തുന്നത്, നമ്മളെ എന്താണ് കീഴ്പ്പെടുത്തി നിർത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിവ് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീധനത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ മാരേജ് സിസ്റ്റത്തിനെതിരായിട്ടും ഒക്കെ, വിവാഹ സമ്പ്രദായത്തിനെതിരായിട്ടും ഒക്കെ അവരും ചിന്തിച്ചു തുടങ്ങിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.